ഹലോ എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അസീന്റെ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോണാണ് കേട്ടോ. ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ചെയ്യാൻ പോണത്. എന്താവോ എന്ന് എനിക്കറിയില്ല, എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഫസ്റ്റ് ഞാൻ ഗുഡ് വൈബ്സിന്റെ മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്യാനുണ്ട് കേട്ടോ. നല്ല മോയ്സ്ചറൈസർ ആണ്, സ്കിൻ നന്നായിട്ട് തന്നെ ഹൈഡ്രേറ്റ് ആവാനും നല്ലൊരു ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ആയുർ ഹെർബ്സിന്റെ ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കൺസീലർ ഉണ്ട്. ഇത് ഇൻസൈറ്റിന്റെ ഒരു കൺസീലർ പാലറ്റ് ആണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ അതിന്റെ കണ്ണിന്റെ ഏരിയയിലും പിഗ്മെന്റേഷൻ ഏരിയയിലൊക്കെ നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ബ്യൂട്ടി ബ്ലെൻഡറോ അതല്ലെങ്കിൽ ബ്രഷ് ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് കൈ കൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആവും. പിന്നെ നല്ലൊരു നാച്ചുറൽ ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് കൺസീലർ ഇട്ടൊന്നും പെട്ടെന്ന് തോന്നില്ല. ശരിക്കും ഒരു നാച്ചുറൽ ലുക്ക് ആയിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. അപ്പൊ വാങ്ങണമെന്നുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഡാസ്ലറുടെ ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ഒന്ന് സ്കിപ്പായി പോയിട്ടോ. അതിനുശേഷം അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് എൻവൈബയുടെ കോമ്പാക്ട് പൗഡർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ പർപ്പിളിന്ന് വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡർ ആണ്. ഭയങ്കര സ്വെറ്റ് പ്രൂഫ് ആണ്, ഈസി ആപ്ലിക്കേഷൻ ഒക്കെ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് വന്നത് ഹണി 04 വീറ്റ് സ്കിൻ ആണ് കേട്ടോ. മീഡിയം സ്കിൻ ടോണിനൊക്കെ ചേരുന്ന ഒരു കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ ബ്ലഷ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഐ ഷാഡോ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടാണ് അപ്പൊ ഒരു ഫോട്ടോയിൽ കാണുന്നത്. അപ്പൊ അത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ അതിനുശേഷം ഞാനൊന്ന് ബ്രഷ് വെച്ചൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോസും ചീക്ക് ബോൺസും ചിന്നൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ലുക്കിന് എന്തായാലും ഇത് വേണമല്ലോ എന്ന് വിചാരിച്ചാണ്. നെക്സ്റ്റ് ഐബ്രോ ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഭയങ്കര തിന്നായിട്ടുള്ള ഐബ്രോസ് ആണല്ലോ. അപ്പൊ ആ ഒരു ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്റെ ഭയങ്കര തിക്ക് ആയതുകൊണ്ട് തന്നെ തിന്നാക്കി എടുക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. അപ്പൊ അത്യാവശ്യം ഒരു ഷേപ്പ് വന്നെന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് കാജലാണ് കേട്ടോ. അപ്പൊ ലൈറ്റ് ആയിട്ട് വാട്ടർ ലൈനിൽ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അപ്പർ ലിഡിലും ലൈറ്റ് ആയിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഡാർക്ക് ആയിട്ടല്ല, ഭയങ്കര ലൈറ്റ് ആയിട്ട് തന്നെ എഴുതിയേക്കുന്നത്. ലൈറ്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിൽ കുറച്ചൊരു മിസ്റ്റേക്ക് പറ്റിയ സംശയമുണ്ട്. ഞാൻ ആദ്യം ഒരു പിങ്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ ആദ്യം ഫില്ല് ചെയ്ത് കൊടുത്തത്. പിന്നെ എനിക്ക് തോന്നി അതല്ല, ഒരു പീച്ച് ഷെയ്ഡ് ആയിട്ടാണ് ഇമേജിൽ കാണുന്നത്. അപ്പൊ ഞാൻ രണ്ടാമത് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അസിൻ ചെയ്തേക്കുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ പിക്ടൈ സ്റ്റൈലാണ് കേട്ടോ. അപ്പൊ അത് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനിടയിൽ ഞാൻ ഹെയർ എക്സ്റ്റൻഷനും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ലെങ്തി ഹെയർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. നല്ല എക്സ്റ്റൻഷൻ ആണ് കേട്ടോ. ശരിക്കും നമ്മളൊരു നാച്ചുറൽ ഹെയർ പോലെ തന്നെ കിടക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയില്ല കേട്ടോ. ഒറിജിനൽ ഹെയർ കിടക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി കേട്ടോ. സോ അപ്പൊ നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെതായ ഒരു സ്റ്റൈൽ വെച്ച് ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമ്മളെ കൊണ്ടാവുന്നത് പോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വേഗം കാണാം. അതുവരേക്കും ബൈ.